കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം അവഗണനയ്ക്ക് നടുവിലാണ്. കായിക താരങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള പരിശീലനം നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. പിന്നീട് സ്റ്റേഡിയത്തിന്റെ നിലവാരമുയർത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ പ്രഖ്യാപനങ്ങളൊന്നും ഫലം കണ്ടില്ല. ഇന്ന് തെരുവ് നായ്ക്കളും കന്നുകാലികളും വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു ഈ സ്റ്റേഡിയം. പഴയ മൂന്നാറിൽ ദേശീയപാത 85 അരികിലാണ് കേരളത്തിന്റെ കായിക രംഗത്തിന് കരുത്താകേണ്ടിയിരുന്ന മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം ഉള്ളത്. മൂന്നാറിന്റെ തണുത്ത അന്തരീക്ഷത്തിലും ഉയർന്ന ഭൂപ്രകൃതിയിലും കായിക താരങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനം ലഭ്യമാക്കി മികച്ച താരങ്ങളെ വാർത്തെടുക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ വലിയ ലക്ഷ്യത്തോടെ നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോഴും അവഗണനയ്ക്ക് നടുവിലാണ്. തദ്ദേശീയരായ ആളുകൾ കായിക വിനോദത്തിനും വ്യായാമത്തിനും കായിക പരിശീലനത്തിനും സ്റ്റേഡിയം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റേഡിയം ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ എല്ലാവർക്കും. ഇത് 2008 ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആസിയയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലത്താണ് ഇന്ന് ഒരു സ്റ്റേഡിയം വന്നതായിരുന്നു. ഇത് വന്നിട്ട് ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ കയ്യിൽ ഗവൺമെൻറ് വളരെ കുറവാണുള്ള പൈസ, രൂപയിലാണ് കൊടുത്തത് ഗവൺമെൻറ് സ്പോർട്സ് കൗൺസിലിന്. ഇപ്പോൾ കുറേ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ 10-12-15 കൊല്ലമായി ഇതുവരെ ഒരു പദ്ധതിയും കൂടെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ പത്രത്തിലും അതിലും നോക്കുമ്പോൾ ഇത് വന്നിട്ട് ഒരു KCA നമ്മുടെ ക്രിക്കറ്റ് അക്കാഡമിക്ക് കൊടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഈ ഗ്രൗണ്ടാണ് ഞങ്ങളുടെ മൂന്നാറിൽ ഒരു ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. പച്ച വിരിച്ചു കിടക്കുന്ന പുൽമൈതാനം എന്നതിനപ്പുറം ഒരു സ്റ്റേഡിയത്തിന് വേണ്ടതായ നിർമ്മിതികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെയില്ല. മഴക്കാലമായാൽ വെള്ളക്കെട്ട് ഇവിടെ സ്ഥിരം സംഭവമാണ്. തെരുവ് നായ്ക്കളും കന്നുകാലികളുമൊക്കെ വിഹരിക്കുന്ന ഇടമായി മാറിക്കഴിഞ്ഞു. പേരിൽ മാത്രം പെരുമയുള്ള സ്റ്റേഡിയത്തോടുള്ള അവഗണനയിൽ തദ്ദേശീയരായ കായിക താരങ്ങൾക്കിടയിലും പ്രദേശവാസികൾക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. അപ്പം ഇവിടെ മഴയൊക്കെ ആകുമ്പം ഇച്ചിരി വെള്ളമൊക്കെ ആയി തിങ്ങി കളിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ പരിമിതികളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സാധിച്ചു തരുമായിരുന്നത് നല്ലതായിരുന്നു. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനുമുള്ള സാഹചര്യമൊക്കെ ഒരുക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ നല്ല ഓക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ക്രിക്കറ്റേഴ്സിന് ഈ ഗ്രൗണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളിവിടുത്തെ പിള്ളേർക്ക് കളിക്കാൻ നല്ല ഗ്രൗണ്ടൊക്കെ ഇതാണ്. ക്യാമ്പൊക്കെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ക്രിക്കറ്റേഴ്സിനെ കൊടുത്താൽ ഫുട്ബോളിന് ഒരു പ്രാധാന്യം ഇല്ലാത്ത പോലെയാവും മൂന്നാറിൻ്റെ. സ്റ്റേഡിയത്തെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഇടയ്ക്കിടെ വന്നുപോയിക്കൊണ്ടിരിക്കും. സ്റ്റേഡിയത്തിനായി നടത്തുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതികളും നടത്തിയ പദ്ധതികളും യഥാർത്ഥത്തിൽ ഫലം കണ്ടില്ല. ഏക്കറുകളോളം ചുറ്റളവിൽ പരന്നുകിടക്കുന്ന സ്റ്റേഡിയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്നും മത്സരങ്ങൾക്ക് വേദിയാക്കുമെന്നുമൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണ്. പക്ഷേ ഒന്നും യാഥാർത്ഥ്യമായില്ല. സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്റ്റേഡിയം, ഫുട്ബോൾ മൈതാനം, സ്പോർട്സ് മെഡിസിൻ ആൻഡ് റിസർച്ച് സെന്റർ, അങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. മൂന്നാറിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ കഴിയുന്നൊരു പദ്ധതിയാണ് നാഥനില്ല കളരി പോലെ മൂന്നാറിൽ ഇങ്ങനെ കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.